ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ഏകാദശിയാണ്, പത്മിനി ഏകാദശിയാണ്. സാധിക്കുന്ന എല്ലാവരും നോറ്റിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ്, എല്ലാവരും നോൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ പുരുഷോത്തമ മാസത്തിലെ ഈ മാസം തന്നെ അധിക മാസമാണ്, 3 വർഷം കൂടുമ്പോഴാണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ഏകാദശിക്കും അത്രയേറെ പ്രാധാന്യമുണ്ട്. അപ്പം എല്ലാവരും നോറ്റിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. ഇനി ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഏകാദശി വ്രതം എടുക്കാനായിട്ട് സാധിക്കാത്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? നാരായണ നാമം ജപിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നെങ്കിലും, നമുക്കിപ്പോൾ എവിടേക്കെങ്കിലും പോകുകയാണ്, യാത്രയിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലിയിലാണ്, അപ്പോഴൊക്കെയും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അത്രയും വലിയ പുണ്യം വേറെ എവിടെ നിന്നാൽ ലഭിക്കുക? ഭഗവാനെക്കുറിച്ച് സ്മരിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ദിവസം ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഏകാദശിയുടെ പുണ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ഇപ്പോഴും നമ്മുടെ ഭക്തർക്കുള്ള ഒരു സംശയമാണ്, ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരിലെ ഇല്ലേ എന്നുള്ളത്. മുൻപൊരിക്കൽ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരിക്കൽ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴും അങ്ങനെയുള്ള സംശയങ്ങളുണ്ട്. അത് നോക്കുമ്പോഴേ പൊതുവേ ചൊവ്വാഴ്ചകളിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്തിരി തിരക്ക് കുറഞ്ഞ സമയങ്ങൾ. ഇപ്പം അവധി ദിവസം ചൊവ്വാഴ്ച വരുമ്പോഴല്ല കേട്ടോ പറയണത്. അതേപോലെ വൈശാഖ മാസം അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ സാധാരണ തിരക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അതല്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തിരക്ക് കുറഞ്ഞിട്ടൊരു ദിവസം ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചൊവ്വാഴ്ചകളാണ് കിട്ടുക. പൊതുവെ ഇത്തിരി തിരക്ക് കുറഞ്ഞ ദിവസമായിരിക്കും എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, ചൊവ്വാഴ്ചകളിൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂർ ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് ആരും ഗുരുവായൂരപ്പനെ കാണാൻ വരില്ല, കാരണം വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പം എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം? അങ്ങനെ ഉണ്ടോ? ഗുരുവായൂരപ്പൻ ചൊവ്വാഴ്ചകളിൽ ഗുരുവായൂർ ഉണ്ടായിരിക്കില്ലേ? നമുക്കതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം. ഇന്ന് ഞാൻ അലങ്കാരമൊന്നും പറയണില്ല, കാരണം ഇന്ന് തൊഴുതിട്ടില്ല കേട്ടോ. തൊഴുന്നതിന് മുൻപുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ നേരത്തെ കൂട്ടി ഷൂട്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് അലങ്കാരം പറയാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ചൊവ്വാഴ്ചകളിലെ കാര്യമൊന്ന് പറയാം. ചൊവ്വാഴ്ചകളിലെ ഭഗവാൻ ഗുരുവായൂർ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് അത് ഭക്തരുടെ ഒരു സങ്കല്പമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഭഗവാൻ എല്ലാ ദിവസവും, ഇതെന്താ പറയണതിനുള്ള കാരണം കൂടെ പറയാം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ചൊവ്വാഴ്ചകളിൽ ഭഗവാൻ അമ്പലപ്പുഴയ്ക്ക് പോകുക എന്നാണ് പറയണത്. അതുകൊണ്ട് അമ്പലപ്പുഴയിൽ പായസം കുടിക്കാൻ വേണ്ടി പോകുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തതെന്നാണ് പറയണത്. പക്ഷെ നോക്കൂ, ഭഗവാൻ ഒരു ചൊവ്വാഴ്ചകളിൽ മാത്രമല്ല പോകുന്നത്, ഭഗവാൻ എല്ലാ ദിവസവും അമ്പലപ്പുഴയിലേക്ക് പോകുന്നുണ്ട് പായസം കുടിക്കാൻ. അതെന്തുകൊണ്ടാണെന്നും കുറച്ച് പേർക്കൊക്കെ അറിയാനുണ്ടായിരിക്കും. കാരണം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഗുരുവായൂരിലേക്ക് ആക്രമിക്കാനൊക്കെ വന്ന ഒരു സമയത്ത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എടുത്തിട്ട് അമ്പലപ്പുഴയിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയതിന് ശേഷമാണ് തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഭഗവാൻ അവിടുത്തെ പാൽപ്പായസമൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ അതെന്നും കുടിക്കാനായിട്ട് ഭഗവാൻ അവിടേക്ക് പോകും. അതുകൊണ്ടാണ് ഇവിടുത്തെ ഉച്ചപൂജ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ പൂജയൊക്കെ തുടങ്ങുക. അവിടെ പാൽപ്പായസം റെഡിയാകുന്ന സമയത്തൊക്കെ ഭഗവാനെ അവിടെ നിന്ന് നീട്ടി ഒരു വിളിയുണ്ട്, കാവൽ വിളി എന്ന് പറയും, വാസുദേവോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീട്ടി വിളിക്കും. ആ വിളി അമ്പലപ്പുഴയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേൾക്കും, ഗുരുവായൂരിലേക്ക് എത്തും എന്നാണ് പറയുക. എന്തിനാ ഭഗവാനെ വിളിക്കുന്നേ? ഭഗവാൻ പാൽപ്പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അത് അത്ര ഇഷ്ടം, പാൽപ്പായസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവാൻ ഇഷ്ടമാണ്. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചി അറിഞ്ഞിട്ടുള്ള ഭഗവാൻ അത് എല്ലാ ദിവസവും കുടിക്കാനായിട്ട് പോകുന്നുണ്ട്, ചൊവ്വാഴ്ചകളിൽ മാത്രമല്ല. പക്ഷെ എങ്ങനെയാ ഭഗവാൻ പോകുന്നേ? നമ്മൾ പോകുന്ന പോലെ അരിച്ചരിച്ചിട്ടൊന്നല്ല ഭഗവാൻ പോകുന്നേ, മനോവേഗമാണ്. നമ്മൾ ആ ഭഗവാനെ ചിന്തിക്കുമ്പോഴേക്കും അവിടെ പോയിട്ട് പായസം കുടിച്ചിട്ട് വരും. അങ്ങനെയാണ്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല, അത്ര വേഗത്തിലാണ് ഭഗവാൻ പോയി വരിക. അപ്പോൾ ഈ ചൊവ്വാഴ്ചകളിൽ പോകുന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. ഭഗവാൻ എല്ലാ ദിവസവും പോകുന്നുണ്ട്, എല്ലാ ദിവസവും അവിടെ കാവൽ വിളിയുണ്ട്, എല്ലാ ദിവസവും ഭഗവാൻ അവിടെ നിന്ന് വിളിക്കും. അപ്പോൾ ഭഗവാൻ പോയിട്ട് പായസം കുടിച്ചിട്ട് വരും. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ ഭഗവാൻ ഇവിടെ ഉണ്ടായിരിക്കും. കാരണം ഭഗവാന് പോയിട്ട് വരാൻ ഈ പറഞ്ഞ ക്ഷണനേരം പോലും വേണ്ട, മനോവേഗത്തിലാണ്. ഗരുഡന് പോലും വേഗം പോരാ എന്ന് പറഞ്ഞ ഭഗവാനാണ്. അപ്പോൾ ഭഗവാന്റെ വേഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയും പെട്ടെന്ന് പോയി വരുമ്പോൾ നമ്മളിവിടെ വന്ന് തൊഴുമ്പോൾ, ഇത് ഗുരുവായൂർ വന്ന് തൊഴുമ്പോൾ ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ അങ്ങനെയാണ്, ഭഗവാൻ എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഉച്ചശീവിലി വൈകിട്ടാക്കാനുള്ള കാരണം ഇതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിന് താന്ത്രികപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക,
ചൊവ്വാഴ്ചകളിൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂർ ഉണ്ടായിരിക്കും. ഭഗവാന് പോയി വരാൻ ഈ സമയമേ വേണ്ടൂ, മനോവേഗമേ വേണ്ടൂ. എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ ഗുരുവായൂർ ഉണ്ടായിരിക്കും. ഏത് ദിവസം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഭഗവാനെ കാണാനായിട്ട് വരാട്ടോ. ചൊവ്വാഴ്ചകൾ ഒന്നും മാറ്റി നിർത്തുമൊന്നും വേണ്ട. അപ്പം തിരക്ക് കുറയാനുള്ള ഒരു കാരണം ഇതാണ്, പലരുടെയും തെറ്റിദ്ധാരണയാണ്. അപ്പം ഇനി അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. എല്ലാ ദിവസവും ഭഗവാനെ കാണാനായിട്ട് വന്നോളൂ. ഏത് ദിവസമാണോ നിങ്ങൾക്ക് സൗകര്യം ആ ദിവസമൊക്കെ ഭഗവാനെ കാണാനായിട്ട് ഗുരുവായൂർക്ക് പോകുന്നോളൂ കേട്ടോ. ഭഗവാൻ എവിടെയില്ല, ഇവിടെ തന്നെയുണ്ട്. നമ്മളെ എപ്പോൾ ആര് വന്നാലും ഇവിടെ ഭഗവാൻ ഉണ്ടായിരിക്കും. അപ്പം ആ വിശ്വാസത്തോട് കൂടിയിട്ട് ഉറപ്പായിട്ട് വന്നോളൂ, തീർച്ചയായിട്ടും ഭഗവാനെ കാണാം കേട്ടോ. ഇനി ശ്രീജ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ലഡ്ഡു ഗോപാലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലഡ്ഡു ഗോപാലിനെ കുറിച്ച് പറയാം. പലർക്കും അറിയാവുന്ന ഒരു ഭഗവാന്റെ ഒരു ഭാവമാണത്. മുട്ടുകുത്തി നിൽക്കുന്ന കൃഷ്ണനാണ്, ഒരു കയ്യിൽ ഒരു ലഡ്ഡുവും കൂടെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ ഒരു സങ്കല്പം നോർത്തിലുള്ളത്, വൃന്ദാവനമൊക്കെ ഉണ്ടല്ലോ, അവിടെയുള്ള ഒരു സങ്കല്പമാണ്. ഈ ലഡ്ഡു ജിലേബി എന്നൊക്കെ പറഞ്ഞ ഗോതമ്പ് കൊണ്ട് മൈദ കൊണ്ടൊക്കെയുള്ള പലഹാരങ്ങൾ അവിടെയാണ് കൂടുതലുള്ളത്. ഇത് നമ്മുടെ കേരളീയരുടെ പലഹാരങ്ങളല്ല, ഈ അടുത്ത കാലത്താണ് ഇവിടേക്കൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് അവിടെയുള്ള ഒരു സങ്കല്പമാണ് ഈ ലഡ്ഡു പിടിച്ചു നിൽക്കുന്ന ലഡ്ഡു ഗോപാൽ. അതായത് ഭഗവാൻ മുട്ടുകുത്തി നടക്കുന്ന പ്രായത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ലഡ്ഡു കിട്ടി, അപ്പോൾ അത് കയ്യിൽ പിടിച്ചിട്ട് മുട്ടുകുത്തി തന്നെ നിൽക്കുന്നു. അതാണ് ഭാവം. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് വെണ്ണക്കണ്ണനാണ്. മുട്ടുകുത്തിയിട്ട് കയ്യിൽ വെണ്ണയും പിടിച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുക. കാരണം ഇവിടെ പശു, പാല്, തൈര്, മോര്, അങ്ങനെ വെണ്ണ അതൊക്കെയാണല്ലോ. അപ്പോൾ വെണ്ണ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഭഗവാനായിട്ടാണ് നമ്മൾ കേരളീയര് ഭഗവാനെ കാണുന്നത്. അതാണ് ഇവിടെ പ്രചാരത്തിലുള്ള ഭഗവാന്റെ ഒരു ഭാവം. അപ്പോൾ ഈ രണ്ട് ഭാവമാണെങ്കിലും ഇതിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്? മുട്ടുകുത്തി നിൽക്കുന്ന ഭഗവാനാണ്. കയ്യിൽ വെണ്ണയായിക്കോട്ടെ ലഡ്ഡു ആയിക്കോട്ടെ എന്തായിക്കോട്ടെ മുട്ടുകുത്തി നിൽക്കുന്ന മുട്ടുകുത്തി കൃഷ്ണനാണ്. അപ്പോൾ അതിനാണ് ഇവിടെ പ്രാധാന്യം എന്ന് പറയുന്നത്. എന്താണ് ആ പ്രാധാന്യം? മുട്ടുകുത്തി നിൽക്കുന്ന കൃഷ്ണനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മുട്ടുകളൊന്നും ഉണ്ടാകില്ല എന്നാണ് പറയുക. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഒരാൾക്കും ഏത് വിഷയത്തിലും ഉണ്ടാകില്ല. അപ്പം മുട്ടുകുത്തി നിൽക്കുന്ന കൃഷ്ണനെ പ്രാർത്ഥിക്കണം, മുട്ടുകുത്തി കണ്ണനെ പ്രാർത്ഥിക്കുക, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് അറിയോ? ഇത് കയ്യിലെ വെണ്ണയാണ്, ഒരു കൈ കൊണ്ട് ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ടായിരിക്കും, വീഴാതിരിക്കാൻ വേണ്ടിയിട്ടേ. കാരണം അതാണല്ലോ പ്രായം, കുട്ടികൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് കഴിക്കാനുള്ള ഒരു തിടുക്കാണ് ഭഗവാനെ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അതങ്ങോട്ട് നടത്തി തരും. ഈ താമരക്കണ്ണൻ്റെ രൂപം പറയുമ്പോൾ, ആ ഒരു ഭാവം പറയുമ്പോൾ പറയാറുള്ള അതേ കാര്യം തന്നെയാണ്. താമരക്കണ്ണൻ എങ്ങനെയാണ് താമരയിൽ ഇരിക്കുന്നത്? കയ്യിൽ വെണ്ണയും അമൃതും പിടിച്ചിട്ട് ഇരിക്കുന്നത്. ഇത് കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ്, ആ ഒരു തിടുക്കാണ് ഭഗവാനെ. അതെപ്പോഴും പറയാറുണ്ട്, വെണ്ണ കഴിക്കണം അമൃത് കുടിക്കണം, വെണ്ണ കഴിക്കണം അമൃത് കുടിക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഭക്തർ വന്നിട്ട് പരാതികൾ പറയും, സങ്കടങ്ങൾ പറയും, ആഗ്രഹങ്ങൾ പറയും. അപ്പോൾ ഭഗവാൻ എന്താ? തഥാസ്തു, അതങ്ങോട്ട് നടത്തിക്കൊടുക്കുന്നു. അതാണ് താമരക്കണ്ണനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കുമെന്ന് പറയാറുള്ളത്. അതേപോലെ തന്നെയാണ് മുട്ടുകുത്തി കൃഷ്ണനെ പ്രാർത്ഥിച്ചാലും കയ്യിൽ വെണ്ണയൊക്കെ പിടിച്ചു നിൽക്കുന്ന കണ്ണനെ പ്രാർത്ഥിക്കണം എന്ന് പറയാറുള്ളത്. ഇതുകൊണ്ടാണ് പെട്ടെന്ന് ആ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിപ്പിച്ചു തരും. അപ്പോൾ മുട്ടുകുത്തി നിൽക്കുന്ന ആ ഭാവത്തിനാണ് ഇവിടെ പ്രാധാന്യം കേട്ടോ. ലഡുഗോപാലനാണെങ്കിലും വെണ്ണക്കണ്ണനാണെങ്കിലും രണ്ടാളും ഒരാൾ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ചിത്രങ്ങൾ, ഈ ഭാവങ്ങളൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ വിരിയുന്ന ആ ഒരു ഭഗവാനെ പറ്റിയിട്ട് ഇപ്പോൾ വരയ്ക്കുന്നവർ, ചിത്രമൊക്കെ വരയ്ക്കുന്നവർക്ക് അവരുടെ മനസ്സിൽ വിരിയുന്ന ആ ഭാവങ്ങളാണ് നമുക്ക് അവർ വരച്ചത് കൊണ്ട് നമുക്ക് ആ ഭാവത്തിൽ കാണാനായിട്ട് സാധിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സ്വരൂപം വെച്ചിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയും. അതായത് നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത്, ഒരാൾ വരച്ചത് കണ്ടത് അയാളുടെ സങ്കല്പമാണല്ലോ, അങ്ങനെയാണല്ലോ മനസ്സിലാക്കുക. നമ്മൾ കാണുന്ന എല്ലാ ചിത്രങ്ങളും അത് വരച്ചവരുടെ സങ്കല്പത്തിലുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ രൂപങ്ങളാണ്. അപ്പം ഇത് നമ്മൾ എന്താണോ ഭഗവാനെ കുറിച്ച് മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു രൂപം, ഭാവം, അതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറഞ്ഞത് ശ്രവണം കീർത്തനം വിഷ്ണു എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിലൊരിക്കലും ഭഗവാന്റെ സ്വരൂപത്തിനെ കുറിച്ച് പറയണില്ല. കേൾക്കുക, കാണുക, അത് അനുഭവിച്ചറിയുക. അത് ആ അനുഭവത്തിൽ നമുക്ക് എന്താണോ ഭഗവാനെ പറ്റിയിട്ട് ഭഗവാന്റെ സ്വരൂപം തോന്നുന്നത് അതാണ് ഭഗവാൻ. അല്ലാണ്ട് ഈ ഒരു രൂപം നോക്കിയിട്ട് പ്രാർത്ഥിക്കൂ എന്നല്ല പറയുന്നത് കേട്ടോ. നമ്മുടെ മനസ്സിൽ എന്താണോ അതാണ് ആ ഭാവം. അപ്പോൾ ഞാനത് എൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. ലഡുഗോപാലാണെങ്കിലും മുട്ടുകുത്തി വെണ്ണക്കണ്ണനാണെങ്കിലും മുട്ടുകുത്തി നിൽക്കുന്ന കൃഷ്ണനാണ്. മുട്ടുകളൊന്നും ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകില്ല എന്നാണ് പറയുക. ഇനി അമ്പിളി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ശ്രീചക്രം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണല്ലോ പറയുക. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ച് പറയാം. ശ്രീചക്രം വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകുന്നുള്ള കാര്യം സത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനെ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് അറിയണം. അല്ലാത്ത പക്ഷം അത് വാങ്ങിക്കാതിരിക്കുക.
അതാണ് നല്ലത്. നമുക്കത് കൃത്യമായിട്ട് കാര്യങ്ങൾ ആ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ആരുടെങ്കിലും വീട്ടിൽ ശ്രീചക്രം ഉണ്ടെന്ന് വിചാരിക്കാം, എവിടെന്നെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം, പേടിക്കൊന്നും വേണ്ട. അവിടെ വെക്കുക, പൂജാമുറിയിൽ വെക്കുക, ഒരു വിളക്ക് കൊളുത്തി വെക്കുക. വേറെ പൂജകൾ ചെയ്യാനോ വരയ്ക്കാനോ ഒന്നിനും നിൽക്കണ്ട. കാരണം എന്താണെന്നറിയോ, ശ്രീചക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഉപദേശം കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഉപദേശം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം അറിയാതെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഐശ്വര്യമൊക്കെ ഉണ്ടാക്കാൻ തന്നെ വേണ്ടിയിട്ടാണ്. കയ്യിലുണ്ടെങ്കിൽ അത് പൂജാമുറിയിൽ വയ്ക്കുക, വിളക്ക് കൊളുത്തുക. അങ്ങനെയാണ് ആചാര്യന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതെല്ലാം ചിട്ടയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ചിട്ടയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ശ്രീചക്രത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിലേ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുകയാണ്. ദിവസവും 2 നേരം വിളക്ക് കൊളുത്തുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ രാവിലെ എന്ന് വിചാരിക്കാം. രാവിലെ എല്ലാ ദിവസവും ആ കൃത്യസമയത്ത് തന്നെ വിളക്ക് കൊളുത്താനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അത് നമ്മളിപ്പോൾ 8-9 മണിക്ക് എണീറ്റ് വന്നിട്ട് കുളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് കൊളുത്തല്ല. അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ വിളക്ക് കൊളുത്തണം. അതിനാണ് പ്രാധാന്യം. ആ ചിട്ട എപ്പോഴും കീപ്പ് ചെയ്തിട്ട് പോകണം. ഇപ്പോൾ വൈകിട്ടാണ് വിളക്ക് കൊളുത്തുന്നതെന്ന് വിചാരിക്കാം. എല്ലാവരും എല്ലാ സമയത്തും വൈകിട്ട് അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രാവിലെ ഉണ്ടായിരിക്കും. കാരണം അത് ആ വിളക്ക് കൊളുത്തി കഴിയുന്ന സമയം കഴിഞ്ഞിട്ടാണല്ലോ ജോലിക്കൊക്കെ പോകുക. പക്ഷെ തിരിച്ചു വരുമ്പോൾ അങ്ങനെയായിരിക്കില്ല. നേരെ വൈകിട്ട് ചിലപ്പോൾ ഒരു 6 മണി 6:30 ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് എത്തുക. അപ്പോൾ എന്നിട്ടേ വിളക്ക് കൊളുത്താനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ മതി. കാരണം ഭഗവാൻ അറിയാം നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് വേഗം കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കൊളുത്തുക. അല്ലാതെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ക്ഷീണമൊക്കെ മാറ്റി വിശ്രമിച്ചിട്ട് വന്നിട്ടല്ല വിളക്ക് കൊളുത്തേണ്ടത്. വീട്ടിലെത്തുന്ന വരെയുള്ള കാര്യങ്ങൾ ഭഗവാൻ അറിയാം. അത് ഭഗവാൻ തന്നെ നമുക്കൊരു ജോലിയൊക്കെ തന്നിട്ടുള്ളത്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഭഗവാൻ അറിയാം. പിന്നെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, വിളക്ക് കൊളുത്തിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴാണോ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട് കേട്ടോ. അപ്പോൾ ആ ചിട്ടയുണ്ടല്ലോ. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ ഇതിനോടൊപ്പം പറയാം. അവധി ദിവസങ്ങളാണെങ്കിൽ അന്ന് നമുക്കറിയാം, നമ്മൾ വീട്ടിലുണ്ട്, വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ട്. ഇപ്പോൾ ഒരു 6 മണി സമയത്ത് വിളക്ക് കൊളുത്തുക. അല്ലാതെ എല്ലാ ദിവസവും ഞാൻ 7 മണി 7:30ക്കാണ് കൊളുത്തുന്നത്, നേരം വൈകി വരുന്നത് കൊണ്ട്. അതുകൊണ്ട് ഈ അവധി ദിവസങ്ങളിലും ആ സമയത്ത് കൊളുത്താം, അങ്ങനെ വിചാരിക്കേണ്ട. ആ ഒരു ദിവസം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് വിളക്ക് കൊളുത്താനായിട്ട് പറ്റുള്ളൂ. ആ സമയത്തേക്ക് അത് കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ അതിനെയാണ് ചിട്ട എന്ന് പറയുക. അപ്പോൾ ആ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശ്രീചക്രത്തിൻ്റെ കാര്യവും. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നലെ ആ അമ്മ പറഞ്ഞതനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ശീവേലിയും ദീപാരാധനയും കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ശീവേലിയാണ് ഭഗവാനെ കണ്ടു തൊഴുന്നത്. ഇന്ന് നമുക്ക് ദീപാരാധന കണ്ടു തൊഴാട്ടോ. നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ്. ദീപാരാധന സമയമാണ്. ഭഗവാനെ ആരതി ഒഴിയുന്നത് ആ ദീപാരാധനയാണ് നമ്മൾ കണ്ടു തൊഴുന്നത് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥനയോടെ എല്ലാവരും ഇരുന്നിട്ട് ദീപാരാധന കണ്ട് തൊഴുത്തോളൂ കേട്ടോ. ഗോപവതൂ ജനമറിഞ്ഞീ ഗോകുലം പോലും അറിഞ്ഞീല. ഗോപവതൂ ജനമറിഞ്ഞീല ഗോകുലം പോലും അറിഞ്ഞീല. രാസവിലാസ നർത്തനമാടും രാധകാമുകനെ വിടേക്കും. രാസവിലാസ നർത്തനമാടും രാധകാമുകനെ വിടേ
ഗോപവധൂജനമറിഞ്ഞില്ല ഗോകുലം പോലും അറിഞ്ഞില്ല രാസവിലാസ നർത്തനമാടും രാധാകാമുകനെവിടെ പോയി രാസവിലാസ നർത്തനമാടും രാധാകാമുകനെവിടെ പോയി ഗോപവധൂജനമറിഞ്ഞില്ല ഗോകുലം പോലും അറിഞ്ഞില്ല ഗോപവധൂജനമറിഞ്ഞില്ല ഗോകുലം പോലും അറിഞ്ഞില്ല രാസവിലാസ നർത്തനമാടും രാധാകാമുകനെവിടെ പോയി രാസവിലാസ നർത്തനമാടും രാധാകാമുകനെവിടെ പോയി എല്ലാവരും ദീപാരാധന കണ്ട് തൊഴുതു ഭഗവാനെ എല്ലാവർക്കും ദർശിക്കാനായിട്ട് സാധിച്ചു. ദീപാരാധന കണ്ട് തൊഴുത ഫലം എല്ലാവർക്കും ലഭിച്ചു എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. അപ്പം എന്തായാലും അമ്മയ്ക്കും സന്തോഷമായിട്ടുണ്ടായിരിക്കും. കുറേ നാളുകൾക്ക് ശേഷം ദീപാരാധന കണ്ട് തൊഴുത നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടായിരിക്കും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം മനസ്സിൽ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി കൂടുതൽ വിശേഷങ്ങൾ അലങ്കാരങ്ങൾ ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഇപ്പം ഞാൻ നാമജപം ഒന്നും എണ്ണിക്കൊണ്ട് വരുന്നില്ല, കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് കേട്ടോ നാമജപം ഒന്നും എടുക്കാത്തത്. പക്ഷെ നാമജപം എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിലൊന്നും ഒരു മടിയും കാണിക്കേണ്ട. ഇതെല്ലാം കൂടിയിട്ട്, അതായത് കൂട്ടാത്ത എല്ലാ ദിവസങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.